അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വളരെ സ്നേഹത്തോടുകൂടി പ്രിയപ്പെട്ട എല്ലാവരെയും സ്നേഹക്കൂട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കുടുംബത്തിലെ ഓരോ വിഷയങ്ങളാണ് സ്നേഹക്കൂടിൻ്റെ വിഷയമായി നമ്മൾ എടുക്കാറുള്ളത്. നമ്മൾ അനുഭവിക്കുന്ന, പ്രത്യേകിച്ച് രക്ഷിതാക്കൾ ഈ കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതിനുള്ള പരിഹാരങ്ങൾ, അതാണ് നമ്മൾ പ്രാധാന്യത്തോടുകൂടി ഈ ഒരു സ്നേഹക്കൂട്ടിൽ പ്രക്ഷേപണം ചെയ്യാറുള്ളത്. ഇത് ഒരുപാട് കുടുംബങ്ങളിലേക്ക് കുളിർത്തന്നലായി തന്നെ എത്തുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമുക്കെല്ലാവർക്കും പീസ് റേഡിയോ നിങ്ങൾ ഇടം നൽകണമെന്നുകൂടി ആവശ്യപ്പെടുകയാണ്. സാധാരണ പോലെ ഇന്നത്തെ ഈ സ്നേഹക്കൂടിലും നമ്മോടൊപ്പം ഇന്ന് പങ്കുചേരുന്നത് ബഹുമാന്യനായ സാറാണ്. അദ്ദേഹത്തിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വളരെ സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് രക്ഷിതാക്കൾ ഏറെ ആകുലപ്പെടുന്ന, സങ്കടപ്പെടുന്ന, പ്രയാസം അനുഭവിക്കുന്ന ഒരു മേഖലയാണ് കുട്ടികളുടെ പ്രേമം എന്നത്. അത് നിർബന്ധമായി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്ന് തോന്നുന്നു. ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ പോലും കുട്ടികൾ പരസ്പരം പ്രണയത്തിൽ ഏർപ്പെട്ട് അത് ഒരിക്കലും പിരിയാൻ പറ്റാത്ത, അല്ലെങ്കിൽ കുടുംബത്തിന് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ ഏറെ കൂടിക്കൂടി വരികയാണ്. ദിനംതോറും വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ്. ഈ ഒരു അവസരത്തിൽ അതുമായി ബന്ധപ്പെട്ട് എന്താണ് അതിൻ്റെ കാരണങ്ങൾ, ആൻഡ് വാട്ട് ആർ ദ സൊല്യൂഷൻസ്? അല്ല, കാരണങ്ങൾ മാത്രം പറഞ്ഞു പോയത് കൊണ്ട് ആരില്ലല്ലോ. നമ്മൾ സ്നേഹക്കൂട്ടിൽ അങ്ങനെ ചെയ്യാറുമില്ല. കാരണങ്ങൾ കണ്ടെത്തി അതിന് പരിഹാര മാർഗം നിർദ്ദേശിക്കുക. അതാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിങ്ങിലാണെങ്കിലും പോലും, അതുപോലെ സ്നേഹക്കൂട്ടിലാണെങ്കിൽ പോലും ചെയ്തു വരുന്നത്. അതാണ് സമൂഹത്തിലേക്ക് പീസ് റേഡിയോ ഇറങ്ങിച്ചെല്ലാനുള്ള കാരണമായിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയാവാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഈ ഒരു മേഖലയിൽ നമുക്ക് നമ്മുടെ രക്ഷിതാക്കളോട്, സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്? തീർച്ചയായും വളരെ റെലവൻ്റായ, എന്തുകൊണ്ടും ചർച്ചയ്ക്ക് വിധേയമാവേണ്ട ഒരു വിഷയം തന്നെയാണ് പ്രണയം എന്നുള്ളത്. പ്രണയം എന്നുള്ളത് ജീവിതത്തിന് അനിവാര്യമായ ഒരു ഘടകമാണ്. പ്രണയമില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ജീവിതം തന്നെ അർത്ഥശൂന്യമാണ്. എന്നാൽ പ്രണയത്തെ സംബന്ധിച്ച് കുട്ടികളുമായി നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് പ്രണയം ജനിക്കുന്നത്, എന്തുകൊണ്ടത് വളരെ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന, ദാമ്പത്യ ജീവിതത്തെ പോലും തകർക്കുന്ന ഒരവസ്ഥയിലെത്തുന്നു എന്ന് കൃത്യമായിട്ട് ഓരോ രക്ഷിതാവും മനസ്സിലാക്കണം എന്നാണ് ഉണർത്താനുള്ളത്. പലപ്പോഴും പല രക്ഷിതാക്കളും കൗൺസിലിങ്ങിന്, പ്രത്യേകിച്ച് ലവ് അഫെയർ കേസുമായിട്ട് എത്തുന്ന ഘട്ടത്തിൽ രക്ഷിതാക്കൾ അങ്ങേയറ്റ ആധിയിലാണ്. എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഈ അടുത്ത് ഞാൻ കൈകാര്യം ചെയ്ത ഒരു കൗൺസിലിംഗ് കേസാണ്. ഈ ഉമ്മ മനസ്സ് തകർന്ന് നമ്മുടെ മുമ്പിൽ പൊട്ടിക്കരയാണ്. കാരണം ഒരു നിലക്കും ഈ പ്രണയത്തിൽ നിന്ന് പിൻവാങ്ങാനുള്ള ഒരു മാനസിക സന്നദ്ധത ആ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുന്ന പെൺകുട്ടിയാണ്. അപ്പോൾ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കാര്യങ്ങൾ തുറന്ന് പറയുന്നുണ്ട്. മാനസികമായി തകരുക എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്രഷൻ സ്റ്റാറ്റസിലേക്ക് യഥാർത്ഥത്തിൽ ഉമ്മ മാറിയിട്ടുണ്ട്. എന്നിട്ട് പോലും ആ കുട്ടിയുടെ മുഖത്ത് അതിൻ്റേതായിട്ടുള്ള ഒന്നും നമ്മൾ കാണുന്നില്ല. അതായത്, ഉമ്മ നിങ്ങൾ സങ്കടപ്പെടണ്ട, ഈ വിഷയത്തിൽ നിന്ന് ഞാൻ പിന്മാറിക്കൊള്ളാം എന്ന് അങ്ങനെയുള്ള ഒരു സംസാരം നമ്മൾ കേൾക്കുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു അവസ്ഥയിലേക്കാണ് പ്രണയം കുട്ടികളെ എത്തിക്കുന്നത്. പ്രത്യേകിച്ച് ആണും പെണ്ണും തമ്മിൽ, എതിർലിംഗം തമ്മിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു ആകർഷണീയത ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഉണ്ടാക്കിയതിൻ്റെ താല്പര്യം ഇവിടെ പ്രജനനം നടക്കാനും മനുഷ്യ കുലം ഇവിടെ നിലനിൽക്കാനുമാണ്. ഓപ്പോസിറ്റ് സെക്സിനോടുള്ള ആ ഒരു ഇഷ്ടം, ആഗ്രഹം, താല്പര്യം, ഇതൊക്കെ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത് മനുഷ്യകുലം ഇവിടെ നിലനിൽക്കാനാണ്. എന്നാൽ അത് പ്രീമെച്വറായിട്ട്, അതായത് വൈവാഹിക ജീവിതത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ എല്ലാ തലങ്ങളും സ്പർശിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കലാലയങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൃത്യമായി രക്ഷിതാക്കൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ കലാലയത്തിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു കുട്ടിയെ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് ശരിയായ ബോധവൽക്കരണം നടത്തുക എന്നുള്ളത് രക്ഷിതാവിൻ്റെ ഉത്തരവാദിത്തമാണ്. ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട് അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയതിനു ശേഷം ഒരു കൗൺസിലറെ സമീപിച്ചതുകൊണ്ട് ഒരിക്കലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കൃത്യമായ മുൻകരുതലുകൾ, ഇസ്ലാമികമായിട്ടുള്ള വിലക്കുകൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുക എന്നുള്ളതാണ് ഇത്തരം വിനകളിൽ പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പ്രണയം എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള ഒരു വികാരമാണ്, നിർബന്ധമായും നമ്മുടെ നിലനിൽപ്പിന് അത് ആധാരമാണ്. എന്നാൽ പ്രണയം എപ്പോൾ അത് തെറ്റാകുന്നു എന്ന് വെച്ചാൽ അത് അതിൻ്റെ റൂട്ട് തെറ്റുമ്പോഴാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ചർച്ച എന്തുകൊണ്ടും ശ്ലാഘനീയമാണ്. പ്രത്യേകിച്ച് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആശ്വാസം നൽകുന്ന ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ ഈ വിഷയ സംബന്ധമായി നമുക്ക് നൽകാൻ സാധിക്കും. തീർച്ചയായും ബോധവൽക്കരണമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നുള്ളതാണ്. പ്രേമത്തിനെക്കുറിച്ച്, പ്രണയത്തിനെക്കുറിച്ച് പറയുമ്പോൾ അത് ഒരു മനുഷ്യന് നിർബന്ധമായും ഉണ്ടാവേണ്ട ഒരു വികാരമാണ്. പക്ഷെ അത് എങ്ങനെ ചെലവഴിക്കുന്നു, എവിടെ ചെലവഴിക്കുന്നു എന്നതാണ് പ്രധാനമെന്നുള്ളതാണ്. ആരോടത് നിർവഹിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയത്ത് പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ അവരാണ് അതിൻ്റെ വ്യത്യസ്തമായ മേഖലയിലേക്ക് എത്തി അവസാനം ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് എത്തുമ്പോൾ എല്ലാം തകരുന്ന ഒരു കാഴ്ചയാണ് ഇന്നത്തെ പ്രണയങ്ങൾ നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ യഥാർത്ഥ പ്രണയം ആരംഭിക്കേണ്ട സമയമാകുമ്പോഴേക്ക് തൻ്റെ ജീവിതത്തിൻ്റെ നിരാശ ബാധിച്ച് പല രോഗങ്ങൾക്കും അടിമപ്പെടുന്ന കാഴ്ചകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇന്ന് രക്ഷിതാക്കൾ നിർബന്ധമായും അറിയേണ്ടത് നമ്മുടെ മക്കളെ, ഞാനടക്കം എന്നോടാണ് ഈ പറയുന്നത്, നമ്മുടെ മക്കളെ ഒരു ഇസ്ലാമിക മര്യാദയിലൂടെ വളർത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ഓരോ സന്ദർഭത്തിനും അനുസരിച്ച അവബോധങ്ങൾ, അവയർനെസ് നമ്മുടെ മക്കൾക്ക് നൽകുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാം പിടിക്കപ്പെട്ട് അവസാനം ഒരു കൗൺസിലറിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ, അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നതിന് മുമ്പ് തന്നെ അതില്ലാതിരിക്കാനാണ് നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. മക്കൾ വളർന്നു വരുമ്പോൾ ഏറെ ആകുലപ്പെടുന്ന ഒരു പേടിപ്പെടുത്തുന്ന, മനസ്സിൽ ടെൻഷൻ അടിക്കുന്നതാണ് ഇന്നത്തെ രക്ഷിതാക്കളുടെ അവസ്ഥ. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. സോഷ്യൽ മീഡിയകൾ, അതുപോലെ തന്നെ പണ്ടുള്ള പ്രണയങ്ങളെപ്പോലെയല്ല ഇന്നത്തെ പ്രണയങ്ങൾ. വളരെ വേഗം ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റിലേക്കാണ്, അല്ലെങ്കിൽ ശാരീരികമായ ബന്ധപ്പെടലിലേക്ക് എത്തിച്ചേരുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അറിയുന്നത്. അപ്പം അങ്ങനെയുള്ള ഈ ഒരു അവസരത്തിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള നിലക്ക് നമ്മുടെ വീടുകളിൽ നമ്മൾ ഏത് രൂപത്തിലാണ് എന്ന് നോക്കുകയും നമ്മുടെ മക്കൾക്കൊക്കെ സ്വതന്ത്രമായി നമ്മോടെല്ലാം പങ്കുവെക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു കഴിഞ്ഞ് അവരെ യഥാർത്ഥമായ ബോധവൽക്കരണം നടത്തുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ അത് ഇങ്ങനെ പ്രണയത്തിൽ കുട്ടികൾ അകപ്പെടാനുള്ള കാരണങ്ങൾ ഉണ്ടാവില്ലേ സർ? അതുമായി ബന്ധപ്പെട്ട് കാരണങ്ങൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്, പ്രണയം എന്നുള്ള ഒരു ഫീലിംഗ്, ആ ഒരു വികാരം, അത് ശരീരത്തിലുണ്ടാകുന്ന ഒരുപാട് ബയോളജിക്കൽ ചേഞ്ചസ്, അതായത് ജീവശാസ്ത്രപരമായ മാറ്റങ്ങൾ, അപ്പോൾ കെമിക്കൽ ചേഞ്ചസ്, രാസപരമായ മാറ്റങ്ങൾ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹോർമോൺ മാറ്റങ്ങൾ ശരീരത്തിൽ സംഭവിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ചേഞ്ചിന്റെ പ്രധാനപ്പെട്ട കാരണം. അതായത് കൗമാരത്തിലെത്തുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം, എതിർ ലിംഗത്തിലുള്ള കുട്ടിയോട് പ്രണയം ഉണ്ടാവുക, അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിന്റെ വികാരം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പൊ ആ സ്വാഭാവികത അവരുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ഹോർമോൺ ചേഞ്ചസ്, ഹാപ്പി ഹോർമോൺസ് ആണ് അതിന് പ്രധാനപ്പെട്ട കാരണം. അത് നമുക്കറിയാലോ, നമ്മൾ സാധാരണ പറയാറുണ്ട് ഡോപ്പമിൻ എന്ന ആ ഒരു ന്യൂറോ ട്രാൻസ്മീറ്ററുടെ അല്ലെങ്കിൽ ഹോർമോണിന്റെ മാറ്റമാണ്, ആ ഒരു വരവാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് രക്ഷിതാവ് മനസ്സിലാക്കണം. ഒരു കുട്ടി വിചാരിച്ചാൽ പോലും ഈ സെറോട്ടോണിനോ അല്ലെങ്കിൽ ഡോപ്പമിനോ ഇതേപോലെയുള്ള ന്യൂറോ ട്രാൻസ്മീറ്റേഴ്സിന്റെ വരവ്, ഓക്സിറ്റോസിൻ ഉണ്ട്, ഡോപ്പമിൻ ഉണ്ട്, ഇതൊക്കെ വരുന്ന ആ ഒരു വരവ് നിർത്തിക്കളയാൻ അവർക്ക് സ്വയം സാധിക്കൂല. എന്നാൽ ഇസ്ലാം നിർദ്ദേശിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ഈ അടുത്ത് ഒരു ലേഡി കൗൺസിലറുമായി സംസാരിച്ചപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ആദ്യ ഘട്ടങ്ങളിലൊക്കെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരുന്ന് വിദ്യ അഭ്യസിക്കുന്നത്, അതുപോലെ ഇടകലർന്ന് ജീവിക്കുന്നതിൽ, ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നതിൽ
എന്താണ് ഇത്ര തകരാറ് എന്ന് ചിന്തിക്കുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പെൺകുട്ടികൾക്ക് പ്രത്യേകമായ ഒരു ക്ലാസ്, ആൺകുട്ടികൾക്ക് പ്രത്യേകമായ ക്ലാസ്, അതൊന്നും ആവശ്യമില്ല. ഒന്നിച്ച് ഇരുന്ന് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിൽ കുഴപ്പമില്ല അതാണ് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ട് അവർ വാദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ അടുത്ത് അവർക്ക് ബോധ്യപ്പെട്ട സംഗതി, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പ്രത്യേകമായ ഒരു ട്രീറ്റ്മെന്റ് ഇസ്ലാം നിർദ്ദേശിക്കുന്നതിന്റെ പിന്നിൽ കൃത്യമായ മനഃശാസ്ത്രമുണ്ട്. കാരണം ഈ ഇടകലരാനും പരസ്പരം സംസാരിക്കാനും ആശയവിനിമയം നടത്താനും ഓപ്പൺ ആയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നിടത്ത് ആദ്യം ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന തലത്തിലായിരിക്കും അത് ആരംഭിക്കുക. പലപ്പോഴും ഈ കൗൺസിലിങ്ങിന് പ്രണയത്തിന്റെ കേസ് അറ്റൻഡ് ചെയ്യുമ്പോൾ പെൺകുട്ടികൾ സാധാരണ പറയാറുണ്ട്, ഞാൻ അദ്ദേഹവുമായിട്ട് ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് ആഗ്രഹിച്ചത്, അദ്ദേഹം എന്നോട് ആ രൂപത്തിൽ തന്നെയാണ് പെരുമാറിയത്. പിന്നെ ഒരു മൊമെന്റ് എത്തിയപ്പോൾ, ഒരു ഘട്ടം എത്തിയപ്പോൾ അവിടെ ഒരു വലിയ മാറ്റം സംഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ബന്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ ആദ്യമേ തന്നെ തടയണം. കാരണം ദി റിയൽ ലവ് ഷുഡ് സ്റ്റാർട്ട് ഓൺലി ആഫ്റ്റർ മാരേജ്. യഥാർത്ഥത്തിലുള്ള പ്രണയവും സ്നേഹവും ആരംഭിക്കേണ്ടത് വിവാഹത്തിന് ശേഷം മാത്രമാണ് എന്ന് പറയുന്നത് എന്തിനാണ്? ഇവിടെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടാവേണ്ട ഒരു വികാരമുണ്ട്. ആ വികാരം സസ്റ്റൈനിങ് ആണ്, എന്നും നിലനിൽക്കേണ്ടതാണ്, ഒരിക്കലും അവസാനിക്കാൻ പാടില്ലാത്തതാണ്. ആ വികാരം അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റിമസി അവിടെ ഉണ്ടാവില്ല. ആണും പെണ്ണും തമ്മിൽ ഇന്റിമസിയും സെക്സ്വൽ അറ്റാച്ച്മെന്റും ഉണ്ടാവണമെങ്കിൽ ആജീവനാന്തം മരണപ്പെടുന്നത് വരെ അവർ തമ്മിൽ അത് നിലനിൽക്കേണ്ടതുണ്ട്. ഈ വികാരം നേരത്തെ തന്നെ ആരംഭിക്കുകയാണെങ്കിൽ, അതായത് പ്രണയത്തിൽ കൂടി കൗമാര കാലഘട്ടത്തിൽ അത് ആരംഭിക്കുകയാണെങ്കിൽ അത് ലാസ്റ്റിംഗ് അല്ല. കാരണം അത് ഒരു സെക്സ്വൽ ഇന്റർകോഴ്സിൽ എത്തുന്നതോടുകൂടി ആ ഡോപ്പമിന്റെ അളവ്, അല്ലെങ്കിൽ വിവാഹം കഴിയുന്നതോടുകൂടി ആ ഡോപ്പമിന്റെ സ്റ്റാറ്റസ് മാറുകയാണ്. ഈ ഡോപ്പമിന്റെ സ്റ്റാറ്റസ് മാറുന്നതോടുകൂടി ഈ കുട്ടിയുടെ മനസ്സിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇന്റിമസിയായി കീപ്പ് ചെയ്ത കാര്യം തന്നെ എതിർദിശയിലേക്ക് മാറാൻ തുടങ്ങുന്നു. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് ഇതിനുള്ള ഒരു അവസരം, ഇടകലരാനും സംസാരിക്കാനും ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാനൊക്കെ ഉള്ള അവസരം നമ്മൾ സൃഷ്ടിക്കുന്നു. അതിനുള്ള എല്ലാ സാധ്യതകളും പ്രൊമോഷൻസും സോഷ്യൽ മീഡിയ സംവിധാനത്തിൽ കൂടി ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം കുറെ ചാനലുകളുണ്ട്, അല്ലേ? ആൺകുട്ടികൾ ഇപ്പോൾ 5ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ പോലും അത്തരം കാര്യങ്ങളിലേക്ക് എൻഗേജ് ചെയ്യാണ്. അതിനെ സിംബലൈസ് ചെയ്യുന്ന, പ്രതീകവൽക്കരിക്കുന്ന കാഴ്ചകളും അത്തരത്തിലുള്ള സമ്മാനങ്ങളും അത്തരത്തിലുള്ള സെലിബ്രേഷൻസും ഒക്കെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതാണ് അതിനെ വളർത്തിക്കൊണ്ടുവരുന്നത്. രണ്ടാമത്തത്, ഇത് വളർത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ദേഗോട്ടെ ബിസിനസ് മോട്ടീവ്, അവർക്ക് കൃത്യമായിട്ടുള്ള ബിസിനസ് ടാർഗറ്റ് ഉണ്ട്. എന്നാൽ കുട്ടികൾ അവരുടെ ജീവിതമാണ് ഇത് മുഖേന തുലക്കുന്നത്, അല്ലേ? ഇവിടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കുന്നത്. പക്ഷേ കലാലയത്തിൽ പോയിട്ട് കുട്ടിയുടെ മനസ്സിൽ വളരെ നേരത്തെ തന്നെ കൗമാര പ്രണയം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പഠനത്തിൽ നിന്ന് സ്വാഭാവികമായിട്ട് കുട്ടിയുടെ ശ്രദ്ധ അകന്നു പോകുന്നു. ഇത് ആ കുട്ടിക്കൊരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല. കാരണം അവരുടെ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവരുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ കെമിക്കൽസ് അല്ലെങ്കിൽ ഹോർമോൺസ് സ്വാഭാവികമായിട്ട് ഒരു വലിയ എഡിക്ഷൻ സ്റ്റാറ്റസിലേക്ക്, ലഹരിയിലേക്ക് ആ കുട്ടിയെ എത്തിച്ചിട്ടുണ്ടാവും. പിന്നെ അതിൽ നിന്ന് മോചനം സാധ്യമേ അല്ല. കാരണം അതിനെ പ്രചോദിപ്പിക്കുന്ന ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും അതുപോലെ സ്നാപ്ചാറ്റ് സംവിധാനങ്ങളും ഒക്കെയാണ് ഇന്ന് കുട്ടി നിരന്തരം ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് ഒരിക്കലും മോചനം കിട്ടാത്ത അവസ്ഥയാണ് കുട്ടിക്കുള്ളത്. മറ്റൊരു കാര്യം, രക്ഷിതാക്കൾ അപ്ഡേറ്റഡ് അല്ല. കുട്ടി ഇന്ന് ഉപയോഗിക്കുന്ന നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകളെ കുറിച്ച് ഈ രക്ഷിതാവിന് ഒരു ധാരണയില്ല. സ്വാഭാവികമായി ആ മാഹൗല് മാറുന്നു, ആ സാഹചര്യം മാറുന്നു. അതുകൊണ്ട് ആ കുട്ടി ഒരിക്കലും പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആപതിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. നോക്കൂ പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം അർത്ഥവത്തായ, നമ്മളെയൊക്കെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു വെച്ചത് എന്നാണ്. കൗമാര പ്രണയം അപകടഘട്ടങ്ങളിലേക്ക് പോകാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമുക്കില്ലാതാക്കാൻ സാധിക്കും.
വന്നു കഴിഞ്ഞാൽ അത് ട്രീറ്റ് ചെയ്യുക എന്നത് പ്രയാസമേറിയതാണ്. അതിൽ നിന്നും പിടിച്ച് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് പ്രയാസമാണ്. തിരിച്ചു വരും, അള്ളാഹുവിനോട് നിരന്തരമായി നമ്മുടെ പ്രാർത്ഥനകളുമായി മുന്നോട്ട് പോവുക. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവസരങ്ങൾ ഒരുക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിന് കുട്ടികൾ പഠിക്കുന്ന കലാലയങ്ങൾ നമ്മൾ നിരീക്ഷിക്കണം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അങ്ങനെയുള്ള എന്തെങ്കിലും അറിഞ്ഞാൽ അധികൃതരെ അറിയിക്കണം. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഇന്ന് ഏറ്റവും കൂടുതൽ കൗമാരക്കാരായ കുട്ടികൾ പ്രണയത്തിലേക്ക് ഏർപ്പെടുന്നത്, അകപ്പെടാനുള്ള കാരണം അല്ലെങ്കിൽ അതിനുള്ള മീഡിയകൾ സോഷ്യൽ മീഡിയയാണ് എന്നതിൽ സംശയമില്ല. വിദൂര സ്ഥലങ്ങളിലുള്ള ആളുകൾ പരസ്പരം ആകർഷിക്കുന്നതും സംസാരിക്കുന്നതും ചാറ്റിങ്ങുകളിലേക്ക് എത്തുന്നതുമൊക്കെ പുതിയ പുതിയ സംവിധാനങ്ങളിലൂടെയാണ്. നമുക്ക് രക്ഷിതാക്കൾക്ക് പലപ്പോഴും പരിചിതമായ പല ആപ്പുകൾ, വളരെ ഫെമിലിയർ ആയിട്ടുള്ള ആപ്പുകളാവും. വാട്സപ്പ്, അതുപോലെ ഫേസ്ബുക്ക് പോലെയുള്ള, ഇൻസ്റ്റഗ്രാമും ഒരു പക്ഷേ ന്യൂജൻ രക്ഷിതാക്കൾക്ക് അറിയാം. എന്നാൽ നമ്മുടെ കുട്ടികൾ ഇതിൽ നിന്നുമൊക്കെ ഒരുപാട് അകലെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പുതിയ സംവിധാനങ്ങളെക്കുറിച്ച് പറയാനുള്ള ഒരു പ്രയാസമുള്ളത് കൊണ്ടാണ് ഇന്ന് കുട്ടികൾ ഉപയോഗപ്പെടുന്ന ചില സാങ്കേതിക വിദ്യകളെക്കുറിച്ച് പറയാതിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി അതറിഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡിൽ അത് പറഞ്ഞിട്ട് അതിലേക്ക് രക്ഷിതാക്കളും കുട്ടികളും എത്തേണ്ടതില്ലല്ലോ. ഒരുപാട് പുതിയ, നമുക്കറിയാത്ത, രക്ഷിതാക്കൾക്കറിയാത്ത ഒരുപാട് പുതിയ പുതിയ സംവിധാനങ്ങൾ നമ്മുടെ കുട്ടികൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുന്നു. നട്ടപ്പാതിര നേരത്ത് റൂമുകൾക്ക് അകത്ത് നിന്നുകൊണ്ട് ആരും കേൾക്കാതെ സംസാരിക്കാനുള്ള ആപ്പുകൾ ഇന്നുണ്ട്. അതുപോലെ തന്നെ പരസ്പരം വീഡിയോ, അതൊരിക്കലും വന്നിട്ടുണ്ട് എന്നറിയാത്ത രൂപത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും 2 പേർക്ക് മാത്രം കാണാനും വീഡിയോ ചാറ്റിംഗ് നടത്താനുള്ള ആപ്പുകൾ ഇന്ന് ലഭ്യമാണ്. ഇങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. രക്ഷിതാക്കളായ നമ്മൾ പലപ്പോഴും ഇതിൽ ബോധവാന്മാരല്ല എന്നതാണ് സങ്കടം. അപ്പം ഇങ്ങനെയുള്ള നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന സംവിധാനങ്ങൾ പഠിക്കാൻ വേണ്ടി നൽകിയ സംവിധാനങ്ങളായിരിക്കാം. അതൊക്കെ ഏത് രൂപത്തിലാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നൊരു ബോധം നമുക്ക് വേണം. പലപ്പോഴും നമ്മളതിൽ നിസ്സഹായ അവസ്ഥയിലേക്ക് എത്തുന്നു എന്നതാണ്, രക്ഷിതാക്കൾ എത്തുന്നു എന്നതാണ് സങ്കടം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ രക്ഷിതാക്കളായി നമ്മൾ ശ്രദ്ധിക്കുക. അവർ ഉപയോഗപ്പെടുന്ന ആപ്പുകളെക്കുറിച്ച്, ഫോണിനെക്കുറിച്ച്, കമ്പ്യൂട്ടറിനെ കുറിച്ചൊക്കെ ഒരു ചെറിയ മിനിമം ബോധമെങ്കിലും നമുക്ക് വേണമെന്നുള്ളതാണ്. അപ്പം അതൊരു കാര്യം തന്നെയാണ്. ഇവിടെ ഈ കാരണങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ കേസ് സ്റ്റഡീസ് തന്നെ പറയായിരിക്കും ഏറ്റവും നന്നാവുക. ഈ അടുത്ത് ഒരു പെൺകുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. അപ്പോൾ ഈ കുട്ടിയുടെ ബിഹേവിയർ ചേഞ്ച്, അവരുടെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ, അതാണ് രക്ഷിതാക്കളെ അങ്ങേയറ്റം പ്രയാസപ്പെടുത്തുന്നത്. കാരണം അവൾക്ക് ചെയ്യാത്ത ട്രീറ്റ്മെന്റ് ഇല്ല. സൈക്കാട്രിസ്റ്റിനെ കാണിച്ചിട്ടുണ്ട്, പലരെയും കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്നും കൃത്യമായ ഒരു ട്രീറ്റ്മെന്റ് ലഭിക്കുകയോ അവളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ അവസാനം അവരെ ഒരു കൗൺസിലർ എന്നുള്ള അർത്ഥത്തിൽ നമ്മെ സമീപിക്കുകയും അതിൻ്റെ കൃത്യമായ ഒരു പഠനം അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി നമ്മൾ എടുത്തപ്പോൾ നമുക്ക് ബോധ്യമായത് മധ്യവയസ്കരായ മാതാപിതാക്കളാണ്. ഒരു 50-45 റേഞ്ചിലുള്ള പാരൻസ് ആണ്. ഈ പെൺകുട്ടി അവൾ ആ കുടുംബത്തിലെ തന്നെ ഏക പെൺകുട്ടിയാണ്. അപ്പോൾ ദീർഘകാലത്തിന് ശേഷം അവരുടെ ജീവിതത്തിലേക്ക് വന്ന ഒരു പെൺകുട്ടി, അവര് ഒരു 15-16 വയസ്സിലാണ് ആ പെൺകുട്ടി ഉള്ളത്. അവൾക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ ചൈൽഡ്ഹുഡ് ട്രോമാസ്, കുട്ടിക്കാലത്ത് ആ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, അതുപോലെ ഒറ്റപ്പെടൽ, ലോൺലിനെസ്. കാരണം ആ കുട്ടി അവളുടെ കൗമാരത്തില് അവൾ ഒറ്റപ്പെടുകയാണ്. അതായത് അവളുമായിട്ട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ട മാതാപിതാക്കൾ അവര് വേറെ റേഞ്ചിലും വേറെ പ്രായത്തിലുമാണ് ഉള്ളത്. കുട്ടിയുടെ പ്രായം എന്ത്, കുട്ടിയുടെ മാനസിക ആവശ്യങ്ങൾ എന്ത്, കുട്ടി എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കി കുട്ടിയിലേക്ക് താഴ്ന്ന് കുട്ടിക്ക് അനുസരിച്ച് പെരുമാറാൻ ഈ രക്ഷിതാക്കൾക്ക് ഒട്ടും സാധിക്കുന്നില്ല. ഇത് ആ കുട്ടിയിൽ ഒരുപാട് ടെൻഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തത് ഈ ഒറ്റപ്പെടുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും വീട്ടിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് എടുക്കുകയും പല വ്യക്തികളുമായിട്ടും ടീനേജേഴ്സുമായിട്ടും കുട്ടി ചാറ്റ് ചെയ്യാണ്. ഈ ചാറ്റിംഗ് എന്നുള്ള ഒരാളുമായിട്ടല്ല, ഒരുപാട് വ്യക്തികളുമായിട്ട് ചാറ്റിംഗ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല, ഈ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആരോടൊക്കെയാണ് ഈ കുട്ടി ഇൻസ്റ്റാഗ്രാമിൽ കോണ്ടാക്ട് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ ഈ കുട്ടിക്ക് ഇത് വലിയ ഫ്രസ്ട്രേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം പലരും അവരുടെ ലൈംഗികമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനും വേണ്ടിയിട്ടാണ് ഈ കൗമാരത്തിലുള്ള 15-16 വയസ്സുള്ള ഈ പെൺകുട്ടിയെ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ
അവരെ ഒഴിവാക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ കുട്ടി ഫ്രസ്ട്രേറ്റഡ് ആകുന്നു, മാനസിക സംഘർഷത്തിലേക്ക് വരുന്നു. ഈ മാനസിക സംഘർഷമാണ് യഥാർത്ഥത്തിൽ ഈ കുട്ടിയെ ബിഹേവിയർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഈർഷ്യവും ദേഷ്യവും മാതാപിതാക്കളോട് വളരെ പരുഷമായി പെരുമാറുന്നതിനൊക്കെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറബൌട്ട്സ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എന്തെന്ന് ഈ രക്ഷിതാക്കൾക്ക് അറിയില്ല. അപ്പോൾ ഒരു കുട്ടിയെ വളർത്തുമ്പോൾ ഒരു രക്ഷിതാവ്, അവര് മധ്യവയസ്കരാണെങ്കിലും അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് പലപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആരും അത്തരത്തിലുള്ള വിവരങ്ങൾ ഷെയർ ചെയ്യുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, പ്രണയത്തിലേക്ക് എത്തിക്കുന്നത് കുട്ടികൾ അനുഭവിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. കുട്ടികൾക്ക് അവരുടെ പ്രായത്തിൻ്റെതായ ഒരുപാട് ആംബിഗ്യൂറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ സംഘർഷങ്ങളുണ്ട്, സംശയങ്ങളുണ്ട്. ഈ സംശയങ്ങൾ അഡ്രസ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ കിട്ടാതെ വരുമ്പോൾ വ്യാജമായിട്ട് ഇത്തരം പ്രൊഫൈലുകൾ പരിചയപ്പെടുത്തി ഫ്രണ്ട്ഷിപ്പ് അഭിനയിക്കുന്ന ആളുകൾ ഇവരെ ട്രാപ്പ് ചെയ്യുന്നു. ഈ ട്രാപ്പിൽ പെട്ട ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരിക്കലും റിവീൽ ചെയ്യാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ പുറത്തു പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇത്തരം വ്യക്തികളുമായിട്ട് സ്വകാര്യ നിമിഷങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ടാവും. പിന്നീട് അവർ ബ്ലാക്ക് മെയിൽ ചെയ്യാണ്. ഈ സൈബർ സെക്സിന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വിക്ടിമിനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പ്രയെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ മിസ്യൂസ് ചെയ്യും. ആ മിസ്യൂസ് എന്ന് പറയുന്നത് ബ്ലാക്ക് മെയിലിംഗ് ആണ്. ഈ ബ്ലാക്ക് മെയിലിംഗിൽ പെടുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് പാരന്റ്സിനോട് തുറന്നു പറയാനുള്ള ധൈര്യമോ അല്ലെങ്കിൽ ആ ഒരു ഓപ്പണിങ്ങോ അവർ തമ്മിലില്ല. സ്വാഭാവികമായിട്ട് അത് പിന്നെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളായി മാറുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ പലപ്പോഴും പ്രണയത്തിൽ അകപ്പെട്ട കുട്ടികൾ കാണിക്കുന്ന മനോവൈകല്യത്തിൻ്റെ പേരിൽ വരുന്ന ബിഹേവിയറൽ ചേഞ്ച്, സ്വഭാവ വ്യത്യാസങ്ങൾ, സ്വഭാവ വ്യതിയാനങ്ങൾ, പെട്ടെന്ന് തട്ടിക്കയറുക, അതുപോലെ മാതാപിതാക്കളോട് പോലും അമിതമായി ദേഷ്യപ്പെടുക, കുട്ടികളിൽ താഴെയുള്ള കുട്ടികളോട് പെട്ടെന്ന് ചെറിയ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തർക്കിക്കുകയും, അതുപോലെ അനാവശ്യമായ അതുവരെ പുലർത്തിപ്പോന്നിരുന്ന സ്വഭാവങ്ങളിൽ നിന്നും വളരെ വലിയ വ്യത്യാസങ്ങൾ കുട്ടികൾ കാണിക്കുന്നു എന്നാണ്. അത് എന്തുകൊണ്ടെന്നുള്ള വളരെ വ്യക്തമായിട്ട് അദ്ദേഹം സൂചിപ്പിച്ചു. ഇതുപോലെ സ്വഭാവ വ്യത്യാസങ്ങളിലേക്കും വീട്ടിലെ അക്ഷോഭ്യന്മാരായി പെരുമാറുന്നതിലേക്കൊക്കെ നമ്മുടെ മക്കൾ എത്താൻ ഒരു പക്ഷേ പ്രണയം കാരണമാവും, അതല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ കാരണമാവും, ഇതൊക്കെ ഉണ്ടാവുന്നതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട രക്ഷിതാക്കളായ ഞാനും നിങ്ങളുമൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് നമ്മുടെ കൗമാരക്കാരായ മക്കളുമായി കണക്റ്റ് ചെയ്യാൻ സാധിക്കണമെന്നുള്ളതാണ്. അഥവാ കുട്ടികൾ ഇപ്പോൾ ചിന്തിക്കുന്നതും അവർ പ്രവർത്തിക്കുന്നതും എന്തൊക്കെയാണ് എന്നുള്ളത് അവരോട് ഓപ്പണായിട്ട് ചോദിക്കാനും, അവരെന്തെങ്കിലും വീഴ്ചകളിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരതിൽ നിന്ന് സുരക്ഷിതമായി കരകടത്തി കൊണ്ടുവരാനും നല്ല മാർഗനിർദ്ദേശങ്ങൾ നൽകാനും, അത് നല്ല കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു ആശയവിനിമയം രക്ഷിതാക്കളും മക്കളും ഉണ്ടാവുക എന്നുള്ളത് ഈ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൻ്റെ അഭാവം ഒരു പരിധിവരെ ഇതുപോലെയുള്ള പ്രണയങ്ങൾ കുട്ടികൾ എത്താനും ആ പ്രണയങ്ങൾ വീട്ടിൽ പറയാതിരിക്കാനും അവസാനം വലിയ വിപത്തുകളിലേക്ക് എത്താനും കാരണമായി തീരുന്നു. അതുപോലെ ഈ സൈബർ സെക്സിലൊക്കെ അകപ്പെടാനുള്ളൊരു കാരണം കൂടി അദ്ദേഹം പ്രണയത്തിൻ്റെ പേരിൽ പ്രേമം നടിച്ചുകൊണ്ടാണ് പലപ്പോഴും കുറ്റവാളികളായ ആളുകൾ ചെറിയ കുട്ടികളെപ്പോലും ഇതുപോലെ ട്രാപ്പുകളിലേക്ക് എത്തുന്നത്. എന്നിട്ട് സൈബർ മാർഗങ്ങൾ ഉപയോഗിച്ച് ഫോണിലൂടെ വിവിധ ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ കുട്ടികളെ കൊണ്ട് അവർക്ക് വേണ്ടാത്ത പല കാര്യങ്ങളും ചെയ്യിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ആളുകൾ, അതൊരു രോഗമാണ്, തീർച്ചയായും ട്രീറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും കുട്ടികളെ വീഴ്ത്താൻ ഉപയോഗിക്കുന്ന ഒരു മാധ്യമം കൂടിയാണ് ഈ പ്രേമം എന്നുള്ളത്. അപ്പം അതിലേക്കൊക്കെ എത്താനുള്ളൊരു പ്രധാനപ്പെട്ട കാരണമാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ പ്രിയ രക്ഷിതാക്കളെ, നമുക്ക് നമ്മുടെ മക്കളുമായി കണക്റ്റ് ചെയ്യാൻ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം ഉണ്ടാവണം. അതുണ്ടായാൽ ഒരു പരിധിവരെ പ്രേമവും പ്രണയവും നമ്മുടെ മക്കളിൽ നിന്നും അകലുമെന്നുള്ളതാണ്. കംപ്ലീറ്റ് മാറുമെന്നല്ല ഇതിനർത്ഥം, പോസിബിലിറ്റി ഉണ്ട്, എന്നാലും ഒരു പരിധിവരെ അത് കുറയാനുള്ള അവസരമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ അടുത്ത് വന്ന ഒരു കേസിൽ ഒരു പ്രൊഫഷണൽ കലാലയത്തിൽ എത്തിപ്പെടുകയാണ് ഒരു വിദ്യാർത്ഥി. ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാരൻസ് വളരെ മതനിഷ്ഠയോടുകൂടിയാണ് 12ാം ക്ലാസ് വരെ ആ കുട്ടിയെ വളർത്തിയിരിക്കുന്നത്. അതായത് തഹജ്ജുദ് പോലും കൃത്യമായി നിർവഹിക്കുന്ന ഒരു പെൺകുട്ടി. എന്നാൽ അവർക്ക് ഈ പ്രൊഫഷണൽ കലാലയത്തിൽ എത്തിയതോടുകൂടി ഈ പാരൻസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ബ്രേക്കപ്പ് ആവാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം പാരൻസ് ഇവരെ പറഞ്ഞയച്ച സ്ഥാപനം ദീനീ നിഷ്ഠയുള്ളതല്ല. കാരണം പ്രൊഫഷണൽ കലാലയങ്ങൾ എന്ന് പറഞ്ഞാൽ പല രാജ്യത്തു നിന്നുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെയുള്ള ഒരു കൾച്ചറുണ്ട്, അവിടുത്തെ ഒരു സംസ്കാരമുണ്ട്.
ഇത്തരം സംസ്കാരങ്ങൾ ആദ്യം മതനിഷ്ഠയിൽ ജീവിച്ച ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. എന്നാൽ ഇത്തരം പ്രയാസങ്ങൾ ഈ കുട്ടി ക്യാമ്പസ് ലൈഫിൽ ആദ്യഘട്ടങ്ങളിൽ അനുഭവിക്കുമ്പോൾ അത് ഷെയർ ചെയ്യാൻ വേണ്ടി, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഉമ്മയോടാണ് അല്ലെങ്കിൽ ഉപ്പയോടാണ്. എന്നാൽ രണ്ടുപേരെയും ഈ സന്ദർഭത്തിൽ കുട്ടിക്ക് കിട്ടാതെ വരുന്നു. അതിപ്പോൾ കുടുംബത്തിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ, ഒരു ഉദാഹരണം, മൂത്ത സിസ്റ്റർ വിവാഹം കഴിഞ്ഞു, പെട്ടെന്ന് ഗർഭിണിയായി, അവളുടെ പ്രസവം ഉണ്ടായി, അല്ലെങ്കിൽ വീട്ടിൽ വേറെ ആർക്കെങ്കിലും രോഗം ഉണ്ടായി, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഈ കലാലയത്തിൽ നിന്ന് വീട്ടിലെത്തുന്ന പെൺകുട്ടിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുന്നു. സ്വാഭാവികമായിട്ട് കൂടുതൽ സംസാരിക്കാത്ത ആളുകളുമായിട്ട് കൂടുതൽ സോഷ്യൽ റിലേഷൻഷിപ്പ് ഇല്ലാത്ത ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രഷർ കുക്കറിന്റെ മാനസികാവസ്ഥ ഉണ്ടാവുക, അതായത് ഒരു പൊട്ടിത്തെറിക്കാനുള്ള മാനസികാവസ്ഥ. സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ലവറെത്താണ്. ആ ലവറിനെ സംബന്ധിച്ചിടത്തോളം അവൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ റിലീസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അവളോട് ഒരു എമ്പതറ്റിക് അപ്രോച്ച്, സഹാനുഭൂതി പ്രകടിപ്പിച്ചുകൊണ്ട് അവളെ വല വീശുന്നു. നിഷ്കളങ്കയായ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അവള് മനസ്സിലാക്കുന്നത് എൻ്റെ ഉമ്മയേക്കാൾ, എൻ്റെ ഉപ്പയേക്കാൾ, എൻ്റെ കുടുംബത്തിലുള്ള മറ്റ് അംഗങ്ങളെക്കാൾ എന്നെ അങ്ങേയറ്റം പരിഗണിക്കുന്നത്, സ്നേഹിക്കുന്നത്, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ചിലവഴിക്കുന്നത് അവർ എൻ്റെ കൂടെയാണ്. അതുകൊണ്ട് ഈ കുട്ടി മനസ്സിലാക്കാണ്, എനിക്ക് അനുകരിക്കാൻ പറ്റുന്ന, എൻ്റെ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു വ്യക്തിത്വമാണ് ഇദ്ദേഹം. കാരണം ഈ കുട്ടിയെ വല വീശാൻ വേണ്ടി അല്ലെങ്കിൽ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ആ ആൺകുട്ടിയുടെ ഏറ്റവും നല്ല ഒരു ക്യാരക്ടറാണ് അവിടെ പ്രസന്റ് ചെയ്യുക. ഒരിക്കലും ഒറിജിനൽ അല്ലല്ലോ. സ്വാഭാവികമായിട്ടും അവളും പ്രൊജക്ട് ചെയ്യുന്ന അവളുടെ ഇത്തരം കാര്യങ്ങളായിരിക്കും. അങ്ങനെ അവർ ഇന്റിമസിലേക്ക് എത്താണ്. ഈ സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സിറോട്ടോണിൻ പോലെയുള്ള ഈ കെമിക്കൽസ് അല്ലെങ്കിൽ ഹോർമോൺസ് സ്വാഭാവികമായിട്ടും ഇന്റിമസി ക്രിയേറ്റ് ചെയ്യും. അതിലുപരി ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പൈശാചികതയാണ്. അല്ലെ, നമ്മൾ വിശ്വാസികളായതുകൊണ്ട് തന്നെ നമുക്കറിയാം, നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ ഭാര്യമാരിലും ഒക്കെ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് എന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് മതനിഷ്ഠയോടുകൂടി ജീവിക്കുന്ന ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അവരെ വഴിതെറ്റിക്കാൻ പിശാചിന് പറ്റില്ല, ഉമ്മയെ വഴിതെറ്റിക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് പരീക്ഷണമായി നമുക്ക് തന്നിരിക്കുന്ന ഈ കുട്ടികളെ മിസ്ഗൈഡ് ചെയ്യാനാണ് പിശാച് പരിശ്രമിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് നിന്റെ നല്ല ഫ്രണ്ടാണ് എന്നുള്ള ആ ഒരു ഭംഗി വാക്ക് നൽകിക്കൊണ്ടാണ് ഇവിടെ മോട്ടിവേറ്റ് ചെയ്യുക. അങ്ങനെ ട്രാപ്പ് ചെയ്യപ്പെടുന്നു. പിന്നീട് ആ ഇന്റിമസി വളർന്നു കഴിഞ്ഞാൽ, ഏറ്റവും വലിയ ഒരു അടുപ്പത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബ്രേക്കപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അവരുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും മണിക്കൂറുകൾക്കുള്ളിൽ, ദിവസങ്ങൾക്കുള്ളിൽ അവർ കൈമാറിയിട്ടുണ്ടാകും. പ്രത്യേകിച്ച് സ്വകാര്യ നിമിഷങ്ങളിലുള്ള ഫോട്ടോസ് പോലും ഇത്തരം കാമുകന്മാര് കൈവശപ്പെടുത്തുകയാണ്. അതിനുള്ള എല്ലാ വാതായനങ്ങളും ഇന്ന് തുറക്കപ്പെട്ടിരിക്കുന്നു. കാരണം ഇവരുടെ ചാറ്റിംഗ് മിക്കവഴി നടക്കുന്നത് രാത്രി സമയങ്ങളിലാണ്. അല്ലെ, വൈകാരികത ഉത്തേജിപ്പിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ ഈ പ്രായത്തിലുണ്ടാകുമ്പോൾ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അത് ഇഷ്ടപ്പെടും. സ്വകാര്യതയിലാണ് പിശാചും വർക്ക് ചെയ്യുക. സ്വാഭാവികമായിട്ട് ഒരിക്കലും ഒരാളോട് റിവീൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇത്തരം കുട്ടികൾ കൈമാറിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് ഊരാൻ അവർക്ക് സാധിക്കാതെ വരുന്നു. ഇതാണ് ഇത്തരം വിക്ടിംസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ പലപ്പോഴും ഏകാന്തത അനുഭവിക്കുന്ന കൗമാരക്കാരായ കുട്ടികൾ, അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അവിടെ വ്യാജന്മാരായി വരുന്ന, കഴുകക്കണ്ണോടുകൂടി വരുന്ന ആളുകൾ ഇവരെ റാഞ്ചിയെടുക്കാനും ദുരുപയോഗപ്പെടുത്താനുമുള്ള സാധ്യതകളാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷനുള്ളൊരു വലിയ കാര്യമാണ്. എത്ര പ്രയാസത്തിലാണെങ്കിലും എത്ര തിരക്കിലാണെങ്കിലും മക്കളെയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പലപ്പോഴും ഈ പ്രണയത്തിലകപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ സാദ് സർ നമ്മോട് പറഞ്ഞു വെച്ചത്. അഥവാ പ്രണയം നടിച്ചു വരുന്നവരൊക്കെ വ്യാജന്മാരാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ്. അഥവാ അവർ നമ്മുടെ മുന്നിൽ കാണിക്കുന്നത് അവർക്കുള്ള ഒറിജിനൽ മുഖങ്ങളല്ല, അവരുടെ ഒറിജിനൽ ക്വാളിറ്റികളല്ല, വ്യാജമായി നിർമ്മിച്ചുണ്ടാക്കിയതാണ്.
നമ്മുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി കൃത്രിമമായി ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. ആ കൃത്രിമതയിൽ, ആ വ്യാജമായി ഉണ്ടാക്കിയതിൽ നമ്മളെ അകപ്പെടുത്തി നമ്മിൽ നിന്നും ചൂഷണം ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം തന്നെ നഷ്ടപ്പെടുത്താനുള്ള കാര്യമാണ്. അതിലുപരി നാഥനായ അള്ളാഹു നമ്മോട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിശാച് നമ്മളെ സ്വാധീനിക്കേണ്ട ഒരുപാട് മേഖലകളുണ്ട്. അതിൽ വിശ്വാസികളായ ആളുകൾ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്ന ഒരു കാര്യം മക്കളുടെ കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, രക്ഷിതാക്കളെ, പൈശാചികതയിലേക്കാണ് തീർച്ചയായും നമ്മൾ ഈ ഒരു വലിയ കെണിയിലൂടെ എത്തിച്ചേരുന്നത് എന്ന സത്യമെങ്കിലും മനസ്സിലാക്കി അകപ്പെട്ട വിദ്യാർത്ഥികളുണ്ടെങ്കിൽ, മക്കളുണ്ടെങ്കിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, നരകത്തിന് ഓർത്തുകൊണ്ട്, സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് ആ പ്രണയത്തിൽ നിന്ന് പിൻവാങ്ങി വരാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അവരെ ചേർത്ത് നിർത്തി നല്ല മാർഗനിർദ്ദേശങ്ങൾ നൽകി അവരെ ബാധിച്ച ഈ പൈശാചികതയിൽ നിന്നും, ഈ പിശാചിൻ്റെ കെണിയിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവരുവാൻ നല്ല നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് നമുക്കും സാധിക്കണമെന്നുള്ളതാണ്. വളരെ നല്ല ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. രക്ഷിതാക്കളും കുട്ടികളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മോട് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഈ പാരൻസ് റോൾ മോഡൽ ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പാരൻസ് തമ്മിൽ ശരിയായ കമ്മ്യൂണിക്കേഷൻ നടക്കാതിരിക്കുക, അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുക, കോറൽ ചെയ്യുക, ഇതൊക്കെ കണ്ടു വളരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇൻസെക്യൂരിറ്റി ഫീലിംഗ്, അരക്ഷിതാവസ്ഥയാണ് വീട്ടിൽ നിന്ന് ഉണ്ടാവുന്നത്. അപ്പോൾ സ്നേഹം കിട്ടാനുള്ള, ഒരു സ്പർശനം കിട്ടാനുള്ള അതിയായ ആഗ്രഹം ജനിക്കുന്ന ഒരു പ്രായമാണ് കൗമാരം അല്ലേ? നമ്മോട് ചേർത്ത് പിടിച്ച് നമ്മെ ആശ്വസിപ്പിക്കേണ്ട മാതാപിതാക്കൾ അത് ചെയ്യുന്നില്ല. ഉപ്പയും ചെയ്യുന്നില്ല, ഉമ്മയും ചെയ്യുന്നില്ല. കാരണം ചിലപ്പോൾ അവർ സാമ്പത്തികമായ പ്രതിസന്ധിയിലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും മാരകമായ രോഗങ്ങൾ പിടിപെട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ടെൻഷൻ ഈ ഫാദറിനും മദറിനും ഉണ്ടാവും. ഇങ്ങനെ പല പ്രശ്നങ്ങളും ആ കുടുംബത്തിലുണ്ടാവും. ഇതിൻ്റെ നടുവിലായിരിക്കും ഈ കുട്ടിയെ സ്കൂളിലേക്കോ അല്ലെങ്കിൽ കോളേജിലേക്കോ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി വിടുന്നത്. എന്നാൽ ഇവർ തമ്മിലുണ്ടാവുന്ന അന്തർസംഘർഷങ്ങൾ, അല്ലെങ്കിൽ വീട്ടിനുള്ളിൽ വെച്ച് പരസ്യമായി മക്കളുടെ മുമ്പിൽ വെച്ച് വഴക്ക് കൂടുന്ന രക്ഷിതാക്കൾ, അവിടെ ഈ കുട്ടിക്ക് ഉണ്ടാക്കുന്നത് ഈ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണ്, അരക്ഷിതാവസ്ഥയാണ്. സ്വാഭാവികമായിട്ടും തൻ്റെ ഈ ഫീലിങ്സ്, അത് സന്തോഷമാവാ ദുഃഖമാവാ, ഷെയറിങ്, കെയറിങ്, ഈ രണ്ട് സംഗതികളും ഈ കുട്ടികൾ ഈ പ്രായത്തിൽ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ കെയർ ചെയ്യപ്പെടുക എന്നുള്ളത്, അവരെ സംരക്ഷിക്കുന്ന ഒരു സംരക്ഷകന്റെ റോളിലാണ് പലപ്പോഴും ലവേഴ്സ് എത്തുന്നത്. അപ്പോൾ അവരുടെ ഓരോ നീക്കങ്ങളും കൃത്യമായി അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അവള് ഡ്രസ്സ് ചെയ്യുമ്പോൾ ആ ഡ്രസ്സിനെ അപ്രീസിയേറ്റ് ചെയ്യാൻ അവർ തയ്യാറാവുന്നുണ്ട്. നേരെ മറിച്ച് പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ഭാരിച്ച ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ നടുവിൽ ഈ കുട്ടി ഒരു നല്ല ഡ്രസ്സ് ചെയ്ത് വരുമ്പോൾ അത് അപ്രീസിയേറ്റ് ചെയ്യാൻ ഉമ്മക്കും ഉപ്പക്കും സാധിക്കാതെ പോകുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അതുപോലെ കുട്ടി സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ വരുന്ന സമയത്ത് ആ കോളേജിലുള്ള സ്കൂളിലുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുട്ടി തയ്യാറാവുമ്പോൾ അത് കേട്ടുകൊടുക്കാനുള്ള സഹിഷ്ണുത പോലും പലപ്പോഴും ഈ ആന്തരിക സംഘർഷത്തിൽ രക്ഷിതാക്കൾക്ക് സാധിക്കാതെ പോകുന്നു. അതുപോലെ നമ്മുടെ ഏറ്റവും പ്രീഷ്യസ് ആയ സമയം നമ്മൾ ചിലവഴിക്കേണ്ടത് നമ്മുടെ മക്കളുടെ കൂടെയാണ്. പ്രത്യേകിച്ച് മഗ്രിബ് നമസ്കാരത്തിന് ശേഷമുള്ള സമയം. ആ സമയത്തും പാരൻസ് കൂടുതൽ ചിലവഴിക്കുന്നത് മൊബൈൽ ഫോണിലാണ്. അത് ഉമ്മക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടാവും, ഉപ്പക്ക് മൊബൈൽ ഉണ്ടാവും. ഈ ബിസിനസ്സുകാരനായിട്ടുള്ള ഉപ്പ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും വാട്സപ്പിലും അതുപോലെയുള്ള ഫേസ്ബുക്കിലാണ് ഉള്ളത്. അതുകൊണ്ട് ഈ കുട്ടി അനുഭവിക്കുന്ന പ്രശ്നം എന്താണ് എന്ന് ഒരു നല്ല ലിസണറായി, ഒരു നല്ല കേൾവിക്കാരനായി കേൾക്കാൻ ഉമ്മക്കും ഉപ്പക്കും സാധിക്കുന്നില്ല. ഇനി എങ്ങാനും ആ കുട്ടി വാ തുറന്നിട്ടുണ്ടെങ്കിൽ അവളുടെ ആന്തരിക സംഘർഷങ്ങൾ അവിടെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ആ കുട്ടിയെ ഉപദേശിക്കാനാണ് ഈ രക്ഷിതാവ് തയ്യാറാവുന്നത്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കൗമാരത്തിൽ ഏറ്റവും വെറുപ്പുള്ള സംഗതി എന്താ? ഉപദേശമാണ്. ഒന്നുകിൽ അവളുടെ ഡ്രസ് കോഡ് കറക്റ്റ് ആവില്ല, അല്ലെങ്കിൽ അവളുടെ എടുത്തുചാട്ടം ഉപ്പക്കും ഉമ്മക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവൾ വീട്ടിലുള്ള ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി നിർവഹിക്കുന്നുണ്ടാവില്ല. അതായത് കുട്ടിയെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ ഒരു രക്ഷിതാവ് കാണാതെ വരുമ്പോൾ കുട്ടിയെ ന്യൂനതകൾ മാത്രമാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുക. ഇത് മാത്രമായിരിക്കും നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യുക. എന്നാൽ ഒരു ലവറെ സംബന്ധിച്ചിടത്തോളം അവനക്ക് വേറെ പണിയൊന്നുമില്ല. അവന് ഗവേഷണം നടത്തുന്നത് ഈ കുട്ടിയുടെ ശരീരത്തെയാണ്, അവളുടെ മാനേഴ്സിനെയാണ്, അവളുടെ പെരുമാറ്റത്തെയാണ്, അവളുടെ പഠനത്തെയാണ്. ഏതൊക്കെ പോസിറ്റീവ് പോയിന്റ്സ് ഉണ്ടോ അതെല്ലാം തന്നെ കൃത്യമായി കണ്ടെത്തി അത്
പ്രോത്സാഹിപ്പിക്കുന്ന സംസാരം. അതുപോലെ രാത്രി വിളിച്ച് ചോദിക്കുകയാണ്, നീ ഭക്ഷണം കഴിച്ചോ, നീ ഉറങ്ങിയോ, നിന്റെ കൂടെ ആരാണുള്ളത്. അതായത് അവന് ഇഷ്ടം പോലെ സമയമുണ്ട്. അതുകൊണ്ട് ഓരോ കാര്യങ്ങളും മൈക്രോ ലെവൽ അപ്രോച്ചിൽ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഓരോന്നും ഈ ലവറ് കൃത്യമായി അന്വേഷണം നടത്തുമ്പോൾ ഈ കുട്ടി വിചാരിക്കുകയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ മൈക്രോ മൂവ്മെന്റ്സിനെ സംബന്ധിച്ചും കൃത്യമായി അന്വേഷണം നടത്തുന്ന ഈ വ്യക്തി എൻ്റെ ജീവിതത്തിൽ എത്ര വലിയ ഒരു പങ്കാളിയാണ്. ആ സ്ഥാനത്തേക്ക് ആദ്യമായി അവരുടെ ജീവിതത്തിൽ വരുന്ന ഒരു പുരുഷനാണ് ആ പുരുഷൻ. അതായത് ദി ഫസ്റ്റ് മെയിൽ കാൻഡിഡേറ്റ് ഇൻ ഹെർ ലൈഫ്. സ്വാഭാവികമായിട്ട് അവൾക്ക് റിയൽ ലൈഫ് എന്താന്നോ ഒരു പ്രീവിയസ് നോളജ് ഇല്ല. അതുകൊണ്ട് ഈ പുരുഷൻ അല്ലെങ്കിൽ ആൺകുട്ടി ഇവളെ സ്വാധീനിക്കാൻ വേണ്ടി രണ്ടാമത് ഉപയോഗിക്കുന്ന തന്ത്രം എന്ന് പറയുന്നത് സെക്സ്വൽ അറ്റാച്ച്മെന്റ് തന്നെയാണ്. കാരണം ആ ഒരു സെക്സിലേക്ക് ഒരു പെൺകുട്ടി എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പുരുഷനെ മറക്കുന്ന പ്രശ്നമില്ല എന്ന് അവനക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് അത്തരം ട്രാപ്പിൽ ഈ പെൺകുട്ടികൾ പെട്ടെന്ന് വീണുപോകുന്നു. കാരണം ആ ഒരു ഇമോഷണൽ ഇന്റിമസിയാണ് ആദ്യം പ്ലേ ചെയ്യുന്നത്. വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പം നന്നായി ഈ പെൺകുട്ടിയുമായിട്ട് സ്ഥാപിച്ചതിന് ശേഷം പിന്നീട് ചാറ്റിങ്ങിന്റെ രണ്ടാമത്തെ റൂട്ടിലേക്ക് അവൻ പ്രവേശിക്കുകയാണ്. സ്വാഭാവികമായിട്ട് അവൻ ആഗ്രഹിക്കുന്ന ഫോട്ടോസും വീഡിയോസും ഷെയർ ചെയ്യാൻ ഈ പെൺകുട്ടി വൈകാരികതയിൽ തയ്യാറാവുന്നു. ഇത് അവന്റെ കസ്റ്റഡിയിൽ എത്തുന്നതോടുകൂടി അവൻ സുരക്ഷിതനായി. കാരണം ഈ പെൺകുട്ടി അവന്റെ കയ്യിലെത്തി. പിന്നെ അത് വെച്ചുകൊണ്ട് തന്നെയാണ് അവൻ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പാവം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അറിവ് കിട്ടുക കുറെ വൈകിട്ടായിരിക്കും. ഇപ്പൊ ഈ അടുത്ത് എനിക്കറിയാം, ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി 15 വയസ്സ് മാത്രമേ ആയുള്ളൂ. 15 വയസ്സുള്ള ആ പെൺകുട്ടി തന്റെ ഒരു അറിവില്ലാത്ത അപരിചിതനായിട്ടുള്ള ഒരാളെ ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ടിട്ട് സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്താണ്. മാതാപിതാക്കൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം അല്ലേ. അപ്പൊ ഇവിടെ ഈ പെൺകുട്ടിയോട് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ നിന്റെ ആരാണ് നീ വിളിച്ചു വരുത്തിയത്, അതിന്റെ പിന്നെ ഔട്ട്കമ്മിനെ കുറിച്ച്, അതിന്റെ അനന്തര ഫലത്തെ സംബന്ധിച്ച്, അത് ഉണ്ടാക്കുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെ കുറിച്ച് മോളെ നീ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ അപ്പോ മാത്രമാണ് ആ കുട്ടി അത് റിയലൈസ് ചെയ്യുന്നത്. കാരണം വൈകാരികതയിൽ ഊട്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കോൺസിക്വൻസസ്, അതിന്റെ അനന്തര ഫലങ്ങൾ എന്ത് എന്ന് ഒരിക്കലും അവൾ ചിന്തിക്കൂല. അപ്പൊ രക്ഷിതാക്കൾ ഇവിടെ ചെയ്യേണ്ടത് ഓരോ പ്രായത്തിനും അനുസരിച്ച് ഏറ്റവും നല്ല ഒരു മാനസിക ബന്ധം മക്കളുമായി സ്ഥാപിച്ച് ഇന്ന് സമൂഹത്തിലും അവരുടെ വ്യക്തി ജീവിതത്തിലും സംഭവിക്കുന്ന വഞ്ചനകൾ എന്ത് എന്ന്, ചീറ്റിംഗ് എന്ത് എന്ന്, സമൂഹത്തിന്റെ നേർ കാഴ്ച എന്ത് എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, അവരെ ബോധ്യപ്പെടുത്തുക, അത്തരം സ്റ്റോറീസ് ഷെയർ ചെയ്യുക. ഇതൊക്കെ ഒരു രക്ഷിതാവ് ചെയ്യുകയും ഒപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള ട്രാപ്പിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയൊരു കൺക്ലൂഷന്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. അത്രമാത്രം ക്ലാരിറ്റി ഉള്ള വാക്കുകളും അതുപോലെ തന്നെ അനുഭവങ്ങളുമാണ് അദ്ദേഹം ഷെയർ ചെയ്തത്. നമ്മുടെ മക്കൾക്ക് കെയറിങ് ആൻഡ് ഷെയറിങ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മുടെ ഒരു കെയറിങ്, അതുപോലെ നമ്മൾ ഷെയറിങ്, അവർക്ക് എന്ത് നമ്മോട് ഷെയർ ചെയ്യാനും അത് കേൾക്കാൻ ഒരു ലിസണിങ്, നല്ല കേൾവിക്കാരായിട്ട് നിൽക്കാനും രക്ഷിതാക്കളായ നമ്മൾ ശ്രദ്ധിക്കുകയും സമയം കണ്ടെത്തുക. പ്രീഷ്യസ് ടൈമുകൾ, വിലയേറിയ വളരെ പ്രാധാന്യമുള്ള സമയം മക്കൾക്ക് വേണ്ടി നമ്മൾ നൽകുക എന്നുള്ളത് പ്രധാനമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ ഇന്ന് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം, ദിനേന എന്നോണം പത്രങ്ങളിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ വരുന്ന വ്യാജമായ വാർത്തകൾ, അതോടൊപ്പം തന്നെ പ്രണയത്തിൽ അകപ്പെട്ട് ജീവനൊടുക്കിയ ആളുകളുടെ വാർത്തകൾ, അതുപോലെ തന്നെ ഫേസ്ബുക്ക് പ്രണയം കൊണ്ട് നാട്ടിലെത്തിയപ്പോൾ കാമുകി വീടും സ്വന്തം ഭർത്താവിനെയും കുട്ടികളെയൊക്കെ ഒഴിവാക്കി കാമുകനെ തേടിയെത്തിയപ്പോൾ കേവലം 9 വയസ്സുകാരനാണ് എന്ന് തിരിച്ചറിഞ്ഞ് 36-കാരിയായ ഒരു കുട്ടി, 2 കുട്ടികളുടെ അമ്മയായ ഒരു മാതാവ് ആകെ വഷളാകുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ ഏറെ ചർച്ച ചെയ്ത അതുപോലെയുള്ള ഒരുപാട് വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് നൽകാൻ നമുക്ക് സാധിക്കണം. പുരുഷന്മാരുടെ സൈക്കോളജി വേറെയാണ്, സ്ത്രീകളുടെ സൈക്കോളജി വേറെയാണ്. തീർച്ചയായും ഒരു ആൺകുട്ടി വിചാരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് പോലെ തന്നെയാണ് അവൾ വിചാരിക്കുന്നതെന്നാണ്. തിരിച്ചു തന്നെയാണ് പെൺകുട്ടി വിചാരിക്കുന്നത്. എൻ്റെ മനസ്സിലെന്താണോ, പെൺകുട്ടികൾ പലപ്പോഴും ഒരു സത്യസന്ധമായ മാർഗത്തിലൂടെയായിരിക്കും എത്തിച്ചേരുന്നത്. അവസാനം വൈകാരികതയിൽ എന്തും ചെയ്യാം, എന്തും ആവാം, എല്ലാം
പറയാനുള്ള ഒരു എനിക്ക് എൻ്റെ ജീവിതത്തിൽ കടന്നു വരേണ്ട ഒരു വ്യക്തി ഇദ്ദേഹമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ആ പ്രണയത്തിൽ അകപ്പെട്ട് തൻ്റെ ജീവിതം പോലും നശിക്കുന്നൊരു അവസ്ഥയിലേക്ക് പലപ്പോഴും എത്താറുള്ളത്. അപ്പോൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് കുട്ടികൾ അതിൽ നിന്ന് പിന്മാറുകയും പ്രണയം എന്നത് യഥാർത്ഥ പ്രണയം ആരംഭിക്കേണ്ടത് വിവാഹത്തിന് ശേഷമാണ്. ആ വൈവാഹികമായ പ്രണയം എന്നെന്നും നിലനിൽക്കാനും കുടുംബത്തിൽ മക്കൾ കാണാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാനും രക്ഷിതാക്കൾക്കും സാധിക്കണമെന്നാണ്. എന്തായിരുന്നാലും നല്ല ഒരു കുടുംബജീവിതം നമ്മുടെ കുടുംബങ്ങളിൽ അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളോട് മൈ ഹാർട്ടി റിക്വസ്റ്റ്, ഇല്ലേ, എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു അപേക്ഷ എന്നുള്ള നിലയിൽ പറയാനുള്ളത്, നമ്മുടെ രക്ഷിതാക്കളാണ് നമ്മുടെ കാര്യത്തിൽ ഏറ്റവും താല്പര്യമുള്ളവർ, നമ്മുടെ ഗുണകാംക്ഷികൾ, നമുക്ക് വേണ്ട സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കി തരുന്നവർ. അവർ നൽകാത്ത സ്നേഹവുമായി മറ്റാര് വന്നാലും അതിൽ എന്തോ അപകടമുണ്ട് എന്ന തിരിച്ചറിവെങ്കിലും പ്രിയപ്പെട്ട മക്കളെ നമുക്കുണ്ടാവണമെന്നതാണ്. രക്ഷിതാക്കളോട് പറയാനുള്ളത്, നമ്മുടെ മക്കളാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ ട്രഷർ അഥവാ നിധി എന്ന് പറയുന്നത്. ആ നിധികളെ, ആ നിധിയുടെ വാല്യൂയോടുകൂടി, വിലയോടുകൂടി കണ്ടെത്താനും തിരിച്ചറിയാനും അവർക്ക് വേണ്ടി നമ്മുടെ എല്ലാം ചെലവഴിക്കാനും നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. അള്ളാഹു ആ രൂപത്തിലുള്ള കുടുംബമായി നമ്മുടെ കുടുംബങ്ങളെ നിലനിർത്തട്ടെ. ഈ ഒരു എപ്പിസോഡിൽ നമ്മോടൊപ്പം പങ്കെടുക്കുകയും വളരെ വിലയേറിയ നല്ല നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത ബഹുമാന്യനായ പ്രൊഫസർ KP സാറിനുള്ള എല്ലാ ഹൃദ്യമായ നന്ദിയും അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള നല്ല കുടുംബത്തിനൊക്കെ ഉപകരിക്കുന്ന ചർച്ചകളുമായി നമുക്ക് വീണ്ടും കണ്ടെത്താം ഇൻഷാ അല്ലാഹ്. അതുവരെ എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ, ഖൈറും ബർക്കത്തും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഹിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.